ആൻമരിയ, നമ്മുടെ ഒരു സ്റ്റുഡൻറ്റിന് 100% സ്കോളർഷിപ്പ് കിട്ടി യൂണിവേഴ്സിറ്റി ഓഫ് വോളോങ്ങോങ്ങിൽ നിന്ന്. റീസെൻ്റായിട്ട് കിട്ടിയത്. അപ്പം അതിൻ്റെ എൻട്രി റിക്വയർമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ആൾക്കാർ ചിന്തിക്കുന്ന ഏറ്റവും മെയിനായിട്ടുള്ളൊരു പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90% അല്ലെങ്കിൽ 95% മാർക്കൊക്കെ ഉണ്ടെങ്കിൽ 100% സ്കോളർഷിപ്പ് കിട്ടുള്ളൂ എന്നാണ് ആൾക്കാരുടെ ഒരു ചിന്ത. പക്ഷേ ഈ കൊച്ചിനെ സംബന്ധിച്ച് 80% മാർക്കേ ഉണ്ടായിരുന്നുള്ളൂ. 80 ഇല്ല, 77% മാർക്കേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഫിസിക്സും കെമിസ്ട്രിയും നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അത് 57ഉം 56ഉം ആണ് ആ കൊച്ചിൻ്റെ മാർക്ക്. പിന്നെ എന്തുകൊണ്ടായിരിക്കും നമുക്ക് 100% സ്കോളർഷിപ്പ് കിട്ടിയത്? സർ, ഈ 100% സ്കോളർഷിപ്പിന് അവർ അക്കാഡമിക്സ് മാത്രമാണ് കൺസിഡർ ചെയ്യുക എന്ന് പറയുന്നത് ആക്ച്വലി ഒരു മിസ്കൺസെപ്ഷൻ ആണ്. നമ്മുടെ ആൾക്കാരുടെ എല്ലാം ചിന്തയെന്ന് പറയാം. അതെ, കാരണം അഡീഷണലി ഒത്തിരി ഫാക്ടേഴ്സ് ഒരു 100% സ്കോളർഷിപ്പ് അവാർഡ് ചെയ്യുന്നതിന് മുൻപ് എല്ലാ യൂണിവേഴ്സിറ്റിയും തന്നെ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അതർ ദാൻ അക്കാഡമിക്സ് കുട്ടി എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ളത്. ഇപ്പോൾ ആ കുട്ടിയുടെ ഒരു പ്രൊഫൈലൊക്കെ വെച്ചിട്ട് പറയുകയാണെങ്കിൽ ആള് ഒത്തിരി എക്സ്ട്രാ കരിക്കുലർ എടുക്കാൻ പോകുന്ന കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒത്തിരി എക്സ്ട്രാ കരിക്കുലർ കാര്യങ്ങൾ. അതുകൂടാതെ ഞാൻ കണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ച് സ്കൗട്ടിലും അങ്ങനെയുള്ള കാര്യങ്ങളിൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഓൾറെഡി പുള്ളിക്കാരത്തേക്ക് ഹിസ്റ്ററിയിലുണ്ട്. അതെ, ആളുടെ അക്കാഡമിക്സ് അല്ലാതെ ആള് സ്കൂളിലും ഒത്തിരി കോൺട്രിബ്യൂഷൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലീഡിംഗ് വേൾഡ് ഇന്റർനാഷണൽ ഏജൻസീസിന്റെ ഒക്കെ ഡിഫറെന്റ് കോഴ്സസ് സർട്ടിഫൈഡ് ആയിട്ടുള്ള പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ കുട്ടി ചെയ്തിട്ടുണ്ട്. അതെങ്ങനെ ചെയ്യാം നമുക്ക്? ഓക്കെ, നമുക്ക് ഡിഫറെൻറ്റ് ഇപ്പോൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, UN-ൻ്റെ ആയിക്കോട്ടെ, അവർക്കെല്ലാം അവരുടെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ലിമിറ്റഡ് അവേഴ്സിലൊക്കെ ഓൺലൈൻ കോഴ്സസ് സർട്ടിഫൈഡ് പ്രോഗ്രാംസ് ഒക്കെ ഓഫർ ചെയ്യുന്നുണ്ട്. ഫർദർ ഡീറ്റെയിൽസ് എല്ലാം അവരുടെ വെബ്സൈറ്റിൽ എന്തൊക്കെ റിലേറ്റഡ് ആണ് എന്നൊക്കെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഒരു ഇന്റർനാഷണലി ക്ലെയിംഡ് ആയിട്ടുള്ള ഒരു ഏജൻസിയുടെ കോഴ്സ് ആകുമ്പോൾ അതിന് അതിൻ്റെതായ വാല്യൂ. അങ്ങനെ നോക്കുമ്പം നമ്മുടെ സ്റ്റുഡൻസിന്, നമുക്ക് വരുന്ന നല്ല കാലിബറുള്ള സ്റ്റുഡൻസിന് ഇതെല്ലാം യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഈസി ആയിട്ട് തന്നെ ഈ പറയുന്ന 100%ഓ 50%ഓ ഒക്കെ നേടാം. ഏത് കോഴ്സ് ആയിക്കോട്ടെ നേടാം എന്നുള്ളതിൻ്റെ തെളിവാണ് അല്ലെങ്കിൽ എവിഡൻസ് ആണ് ഇതല്ലേ ഈ കുട്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും. നമുക്ക് അതങ്ങനെയാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്. ഇതിനെല്ലാത്തിനും ഒരു വാല്യൂ ഡെഫിനറ്റ് ആയിട്ടും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു എക്സ്ട്രാ ആയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നോ അത് ചെയ്യുന്നത് സ്റ്റുഡൻറ്റിന് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും, സ്കോളർഷിപ്പിൻ്റെ കാര്യത്തിലൊക്കെ പ്രത്യേകിച്ച്. നിങ്ങൾക്ക് സ്കോളർഷിപ്പിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ, അതും മാർക്ക് കുറവായിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ പോലും അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻ കിട്ടണമെങ്കിൽ ആബേ സർവീസസിൻ്റെ കൗൺസിലേഴ്സിനെ അല്ലെങ്കിൽ ഞങ്ങളെ വിളിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ലൊരു അഡ്വൈസ് തരാൻ പറ്റും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഈ 3 ഇയർ കോഴ്സ് ആയിക്കോട്ടെ, 4 ഇയർ കോഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ 2 ഇയർ കോഴ്സ് ആയിക്കോട്ടെ, ഏത് കോഴ്സിനും നമുക്ക് സ്കോളർഷിപ്പിന് എലിജിബിലിറ്റി ഉണ്ട്. അത് എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക, ഞങ്ങൾ പറഞ്ഞു തരാം.